കൃഷ്ണ ഹരേ 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 രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ 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 രാമ കൃഷ്ണ രാമ രാമ ഹരേ ഹരേ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഓം അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീഗുരവേ നമഃ. ശ്രീചൈതന്യമനോഭീഷ്ടം സ്ഥാപിതം യേന ഭൂതലേ സ്വയം രൂപ കഥാ മഹ്യം ദദാന്തി സ്വപദാന്തികം. വന്ദേഹം ശ്രീഗുരോ ശ്രീയുതപദകമലം ശ്രീഗുരും വൈഷ്ണവാംശ്ച ശ്രീരൂപം സാഗ്രജാതം സഹഗണരഘുനാഥാനിധം തം സജീവം സാദ്വൈതം സാവധൂതം പരിജനസഹിതം ശ്രീകൃഷ്ണ ചൈതന്യദേവം ശ്രീരാധാകൃഷ്ണപാദാൻ സഗണലളിതാ ശ്രീവിശാഖാന്വിതംശ്ച. ഹേ കൃഷ്ണ കരുണാ സിന്ധോ ദീനബന്ധോ ജഗത്പതി ഗോപേശ ഗോപികാന്ത രാധാകാന്ത നമോസ്തുതേ. തപ്തകാഞ്ചന ഗൗരാംഗി രാധേ വൃന്ദാവനേശ്വരി വൃഷഭാനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ. വാഞ്ചാകൽപതരൂപ്യശ്ച കൃപാ സിന്ധുഭ്യേവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. നമോ വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമതേ ജയപതാക സ്വാമി ഇതി നാമിനെ. നമ ആചാര്യപാദായ നിതായ കൃപപ്രദായിനെ ഗൗരകഥാദാമതായ നഗരഗ്രാമതാരിണേ. നമ വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമി ഇതി നാമിനെ. നമസ്തേ സാരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശധാരിണേ. നാരായണം നമസ്കൃഭ്യാം നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയത്. അഷ്ടപ്രായേഷു ഭദ്രേഷു നിത്യം ഭാഗവത സേവയാ ഭഗവതിർ ഉത്തമ ശ്ലോകേ ഭക്തിർഭവതി നൈഷ്ഠികി. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭോ നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ. ശ്രീ രാധാഗോവിന്ദ് ടെമ്പിളിന്റെ കീഴിലുള്ള ഭാഗവത പഠനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ 19ാമത്തെ ശ്ലോകമാണല്ലേ ഇന്നലെ നമ്മൾ അവസാനിപ്പിച്ചത്. അതിൽ എന്താ പറഞ്ഞത്? ഭഗവാനോട് ഭക്തി വന്നു കഴിഞ്ഞാല്, ഭഗവാനോട് ആ ഒരു ഇഷ്ടം നമ്മളുടെ മനസ്സിൽ വന്നു കഴിഞ്ഞാല് ഈ ഭൗതിക ആഗ്രഹങ്ങളൊക്കെ നമ്മൾക്ക് കുറയും, അതിനുള്ള താല്പര്യം നഷ്ടപ്പെടും. കാരണം എന്താണ് അതിന് കാരണം? അപ്പൊ ഭഗവാന്റെ എല്ലാ കാര്യങ്ങളും, ഭഗവാന്റെ കീർത്തനം ചൊല്ലുന്നതാവട്ടെ, ഭഗവാന്റെ നാമം ചൊല്ലുന്നതാവട്ടെ, ഭഗവാനെ കുറിച്ച് കേൾക്കുന്നതാവട്ടെ, അതെല്ലാം അതീവ മധുരമാണ്, നമ്മൾക്ക് മനസ്സിൽ ഒരുപാട് സന്തോഷം ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ് എന്നാണ് പറയുന്നത്. അപ്പൊ ഒരു ശുദ്ധഭക്തൻ എന്താ ചെയ്യുക? എപ്പോഴും ശ്രീകൃഷ്ണ ഭഗവാന്റെ പാദാരവിന്ദങ്ങളെ സ്മരിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് പറയുന്നത്. അപ്പൊ ആ ഒരു ശുദ്ധഭക്തന്റെ അടുത്ത് പറയുകയാണ്, ഈ 3 ലോകങ്ങളും തരാം എന്ന് പറഞ്ഞു കഴിഞ്ഞാലും എനിക്കൊന്നും വേണ്ട, ഭഗവാന്റെ സ്മരണം മാത്രം മതി എന്നാണ് പറയുക. അപ്പൊ ധ്രുവ മഹാരാജാവിനെ കുറിച്ചിട്ട് നമ്മൾക്കറിയാം അല്ലെ. ധ്രുവ മഹാരാജാവിന് എന്താണ് ഉത്താനപാദ മഹാരാജാവിന്റെ മകനാണ് ധ്രുവൻ. അപ്പൊ ധ്രുവൻ എന്തിനു വേണ്ടിയിട്ടാണ് തപസ് ചെയ്യാൻ പോയത്? അച്ഛനേക്കാളും, അച്ഛന്റെ രാജ്യം വേണം, അച്ഛനേക്കാളും ശക്തനായിട്ടുള്ള രാജാവാവണം, അതിനേക്കാളും വലിയ സ്വത്തുണ്ടാവണം, ധനം വേണം എന്നുള്ളതൊക്കെ കൊണ്ടാണ് ആര് പോയത്? ധ്രുവൻ വന്നിട്ട് ഭഗവാനെ തപസ് ചെയ്യാൻ പോയത് അല്ലെ. എന്നിട്ട് 6 മാസമാണ് തപസ് ചെയ്തത്. അത് പൂർണ്ണ ശ്രദ്ധയോട് കൂടിയിട്ട് ആദ്യം ഭക്ഷണം ഉപേക്ഷിച്ചു, പിന്നെ വെള്ളം ഉപേക്ഷിച്ചു, പിന്നെ ശ്വാസം കൂടി നിർത്തിക്കൊണ്ടാണ് തപസ് ചെയ്തത്. എന്നിട്ട് ഭൂമിയിൽ ചൂട് വരാൻ തുടങ്ങി എന്നാണ് പറയുന്നത്. ധ്രുവന്റെ ആ ദേഹത്തിന്റെ ഹീറ്റ് കാരണം കൊണ്ട്, ചൂട് കാരണം കൊണ്ട്. അപ്പോഴാണ് ഭഗവാൻ പ്രത്യക്ഷപ്പെട്ട് ദർശനം കൊടുക്കുന്നത്. അപ്പൊ ഭഗവാന്റെ ദർശനം കിട്ടിയതിന് ശേഷം ഭഗവാൻ ആ ശംഖ് കൊണ്ട് ആ കവിൾത്തടത്തിലൊന്ന് തൊടും ധ്രുവന്റെ വാത്സല്യത്തോട് കൂടിയിട്ട്. അപ്പൊ ആ അതിനുശേഷം എന്താണ് ധ്രുവന് തോന്നുന്നത്? ഞാൻ എന്ത് തെറ്റാണ് ചെയ്തത്? ഞാൻ എന്തിനു വേണ്ടിയിട്ടാണ് തപസ് ചെയ്യുന്നത്? ഇത്രയും ഇതായിട്ടുള്ള ഭഗവാന്റെ മുമ്പിൽ വന്നു കഴിഞ്ഞിട്ട് ഞാൻ അത്രയും തുച്ഛമായിട്ടുള്ള ഒരു കാര്യമാണ് ചോദിക്കാനായിട്ട് വന്നത് എന്നാണ് തോന്നിയത്. അപ്പൊ ഭഗവാൻ പറയുന്നുണ്ട്, ധ്രുവ നീ എന്ത് വേണമെങ്കിൽ ചോദിച്ചോളൂ, എന്ത് വേണമെങ്കിൽ തരാമെന്ന്. ധ്രുവൻ എന്താണ് പറയുന്നത്? എനിക്ക് ഒന്നും ആവശ്യമില്ല, എപ്പോഴും അങ്ങയുടെ ആ സ്മരണ എന്റെ ഉള്ളിലുണ്ടാവണം, അങ്ങയുടെ സേവനം ചെയ്യാനുള്ള അനുഗ്രഹം ഉണ്ടാവണം എന്നുള്ളതാണ് ധ്രുവൻ ചോദിക്കുന്നത്. അപ്പൊ അതാണ് ഒരു ശുദ്ധഭക്തന് എത്ര ഭൗതികമായിട്ടുള്ള കാര്യങ്ങൾ തരാം എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അവരതൊന്നും വേണ്ട എന്നാണ് പറയുള്ളൂ, ഭഗവാനെ മാത്രം മതി എന്നാണ് പറയുന്നത്. ഈ ശ്ലോകം 20 കേട്ടോ, റിപ്പീറ്റ് ചെയ്തോളൂ. ഇതം ഹി വിശ്വം
ഭഗവാനി വേതരോ ഇദം ഭഗവാനി വേദരോ യദോ ജഗസ്ഥാന നിരോധ സംഭവാഃ തദ്ധി സ്വയം വേദ ഭവാൻസ്തദാഭിതേ പ്രാദേശമാത്രം ഭവത പ്രദർശിതം ദേശമാത്രം ഭവത പ്രദർശിതം. ഇതം ഇത് ഹി എല്ലാം വിശ്വം വിശ്വം ഭഗവാൻ പരമപുരുഷനായ ഭഗവാൻ ഇവ ഏറെക്കുറെ അതേപോലെ ഇതര വിഭിന്ന രൂപം യതഹ ആരിൽ നിന്നോ ജഗത് വിശ്വങ്ങൾ സ്ഥാന നിലനിർത്തുക നിരോധ സർവനാശം സംഭവ സൃഷ്ടി തത് ഹി സർവതിനെയും കുറിച്ച് സ്വയം സ്വയം വേദ അറിയുന്നു ഭവാൻ അങ്ങയുടെ തഥാ അഭി എന്നിട്ടും തേ താങ്കൾക്ക് പ്രാദേശമാത്രം കഥാസംക്ഷേപം മാത്രം ഭവതഃ അങ്ങയ്ക്ക് പ്രദർശിതം വിശദീകരിച്ചു വിവർത്തനം ശീലാപ്രപാദിക്ക് ജയ്. ഈ വിശ്വപ്രപഞ്ചം സ്വയം പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാനാകുന്നു. എന്നിരുന്നാലും അതിൽ നിന്ന് ഭഗവാൻ അകന്നു നിൽക്കുന്നു. ഭഗവാനിൽ നിന്ന് മാത്രമാണ് ഈ വിശ്വപ്രപഞ്ചം ഉദ്ഭവിച്ചത്. ഭഗവാനിലാണ് ഇത് നിലകൊള്ളുന്നത്. സർവനാശത്തിനു ശേഷം ഭഗവാനിലാണ് ഇത് വിലയം പ്രാപിക്കുന്നത്. ഭഗവാന് ഇവയെക്കുറിച്ചെല്ലാം അറിവുള്ളതാണല്ലോ. ഞാനൊരു സംഗ്രഹം നൽകിയെന്നേ ഉള്ളൂ. അപ്പൊ ഇത് ആരും തമ്മിലുള്ള സംഭാഷണമാണ്, ഓർമ്മയുണ്ടോ? നാരദ മഹർഷി നാരദ മഹർഷി വ്യാസദേവനോട് വ്യാസദേവനോട്. അപ്പൊ അതുകൊണ്ടാണ് പറയുന്നത് ഭഗവാന് ഇപ്പം നാരദ മഹർഷിക്ക് അറിയാം, വ്യാസദേവന് എല്ലാം അറിയുന്നതാണ്. എല്ലാ വേദങ്ങളും രചിച്ചു കഴിഞ്ഞു, മഹാഭാരതം വരെയും രചിച്ചു കഴിഞ്ഞു അല്ലെ. അപ്പൊ ഭഗവാന് ഇതിനെ കുറിച്ചൊക്കെ അറിവുണ്ടല്ലോ. എന്നാലും ഞാനൊരു ചുരുക്കമായിട്ട് ഞാൻ പറയണമെന്നേ ഉള്ളൂ എന്ന് പറയാണ്. അപ്പൊ ഇവിടെ എന്താ പറയുന്നത്? ഈ വിശ്വപ്രപഞ്ചം പരമദിവ്യോത്തമ പുരുഷൻ. അപ്പൊ നമ്മൾ ഈ പ്രപഞ്ചം എന്ന് പറയുന്ന മുഴുവൻ ഭഗവാന്റെ സൃഷ്ടികളാണ് അല്ലെ. നമ്മളെല്ലാം എന്താ പറഞ്ഞത്? നമ്മളുടെ ഉള്ളിൽ ഒരു ആത്മാവുണ്ട്. ആ ആത്മാവൊക്കെ എന്താണ്? ഭഗവാന്റെ ശാശ്വത അംശമാണ്. അപ്പൊ ഭഗവാന്റെ അംശമായിട്ടാണ് എല്ലാം ഉള്ളത്. അപ്പൊ അതുകൊണ്ട് നമ്മൾക്ക് എന്ത് പറയാം? ഈ വിശ്വപ്രപഞ്ചം മുഴുവൻ ഭഗവാൻ തന്നെയാണ് എന്ന് പറയാം അല്ലെ. എന്നാൽ ഭഗവാൻ ഓരോന്നിനും ഡിപ്പെൻഡന്റ് ആയിട്ടാണോ നിൽക്കുന്നത്? അല്ല, ഭഗവാന്റെ അകന്നാണ് നിൽക്കുന്നത്. ഭഗവാനിൽ നിന്ന് മാത്രമാണ്. ഇപ്പൊ ഭഗവാനിൽ നിന്നാണ് ഈ വിശ്വപ്രപഞ്ചം ഉണ്ടായിട്ടുള്ളത്. ഭഗവാനിലാണ് അത് നിലകൊള്ളുന്നത്. ഇപ്പൊ നമ്മൾക്കറിയാം, ഇപ്പൊ എന്താണ് ഭൂമി ഉണ്ട്, നമ്മൾക്ക് പല ഗ്രഹങ്ങളുണ്ട് അല്ലെ. നമ്മുടെ സോളാർ സിസ്റ്റത്തിൽ നമ്മൾ പറയാറുണ്ട് വ്യാഴമുണ്ട്, ശനിയുണ്ട്, അങ്ങനത്തെ ഗ്രഹങ്ങളൊക്കെ ഉണ്ട്. ഈ അത്രയും വലുപ്പമാണ് ഇതിനൊക്കെ എന്നുള്ളത് നമ്മളിപ്പോ കണ്ടുപിടിച്ചിട്ടുണ്ട് ശാസ്ത്ര ഗവേഷണങ്ങൾ കൊണ്ട്. പക്ഷെ ഇതെല്ലാം എങ്ങനെയാണ് അതിന്റെ സ്ഥാനത്ത് നിൽക്കുന്നത്? നമ്മൾ എന്താ പറയാ, ഒരു ഓർബിറ്റ് ഉണ്ട്, ആ ഓർബിറ്റിൽ കൂടെ അത് സഞ്ചരിക്കുന്നു. പക്ഷെ ആ ഓർബിറ്റിൽ കൂടെ അത് എങ്ങനെയാണ് താഴെ വീഴാണ്ട് നിൽക്കുന്നത്? ഇത്രയും വെയിറ്റ് ഉള്ള ഒരു സാധനം. നമ്മൾക്കറിയാം, ഒരു ചെറിയ ബോൾ പോലും നമ്മൾ എയറിലേക്ക് നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ താഴത്തേക്ക് വന്ന് വീഴും അല്ലെ. അത് എയറിൽ നിൽക്കും, വെയിറ്റ് കൂടുതലായതുകൊണ്ട്. അപ്പൊ ഇത്രയും അതുപോലത്തെ ആ ഒരു വായുവിൽ തന്നെയാണ് ഈ ഇത്രയും വലിപ്പമുള്ള ഈ ഗ്രഹങ്ങളൊക്കെ നിലനിൽക്കുന്നത് അല്ലെ. അപ്പൊ അത് എങ്ങനെയാണ് നിലനിൽക്കുന്നത്? അതിനെല്ലാം നിലനിർത്തുന്നത് ആരാണ്? അതിനെ പിടിച്ചു നിർത്തുന്നത് ആരാണ്? ഭഗവാനാണ് എന്നാണ് പറയുന്നത്. അതിനുശേഷം സർവനാശം എന്ന് പറയുന്നത് എന്താണ്? ബ്രഹ്മാവിന്റെ മരണസമയത്ത് എന്താണ് ഉണ്ടാവുന്നത്? ഈ ബ്രഹ്മലോകം മുതൽക്കുള്ള എല്ലാ ലോകങ്ങളും, ഈ 14 ലോകങ്ങളും എന്തിലാവും? വെള്ളത്തിലാവും അല്ലേ. അപ്പൊ എന്നിട്ട് ഭഗവാന്റെ ഉദരത്തിലേക്ക് എല്ലാ ജീവജാലങ്ങളും പോകുമെന്നാണ് പറയുന്നത്. അപ്പൊ സർവനാശത്തിന് ശേഷം ഭഗവാനിലാണ്. അപ്പൊ ആ സമയത്ത് എല്ലാ ജീവജാലങ്ങളും എവിടേക്കാണ് പോകുന്നത്? ഭഗവാന്റെ ഉദരത്തിലേക്കാണ് പോകുന്നത്. എന്താണ്? വിശ്വരൂപം ഉണ്ടല്ലോ, വിരാട് രൂപത്തിന്റെ ഉള്ളിലേക്കാണ് പോകുന്നത്, ഉദരത്തിലേക്കാണ് പോകുന്നത്. അപ്പൊ ഭഗവാന് അപ്പൊ ഇതെല്ലാം അറിവുള്ളതാണല്ലോ. ഞാൻ അതിനൊരു ചുരുക്കം നൽകിയെന്ന് മാത്രമേ ഉള്ളൂ എന്ന് പറയാണ്. ഭാവാർത്ഥം ശ്രീല പ്രഭുപാദ് കി ജയ്. ഒരു ശുദ്ധ ഭക്തന് മുകുന്ദൻ അഥവാ ശ്രീകൃഷ്ണ ഭഗവാനെ കുറിച്ചുള്ള വീക്ഷണം ഒരേ സമയം വ്യക്തികവും നിർവ്യക്തികവുമാകുന്നു. അപ്പൊ ഇപ്പൊ ഭഗവാനെ കുറിച്ച് നമ്മൾ ആലോചിക്കുമ്പോൾ ഭഗവാന്റെ രൂപം എന്ന് പറയുന്നത് നമ്മളുടെ മനസ്സിൽ എന്താ വരിക? ഓടക്കുള്ളിൽ ഊതുന്ന രൂപമായിരിക്കാം, അല്ലെങ്കിൽ ബാഹുരൂപത്തിലുള്ള ആ ഗുരുവായൂരപ്പന്റെ രൂപമായിരിക്കാം അല്ലെ. ഏതെങ്കിലും ഒരു രൂപം നമ്മളുടെ ഉള്ളിൽ വരും. പക്ഷെ ഈ ഭൗതിക പ്രപഞ്ചം മുഴുവനും ഭഗവാൻ തന്നെയാണ് അല്ലെ. അപ്പൊ ആ ഒരു വിരാട് രൂപത്തിൽ നമ്മൾ കണ്ടു എന്താണ്? ഭഗവാന്റെ തലകളായിട്ട് 11ാമത്തെ അധ്യായത്തിലെ ഭഗവത്ഗീതയിൽ കണ്ടു അല്ലെ. തലകളൊക്കെ എന്താണ് വന്നത്? എല്ലാ ദേവതകളും വന്നു.
അതുപോലെ ഓരോ ഭാഗത്ത് വ്യത്യസ്ത ഗ്രഹങ്ങൾ കണ്ടു അല്ലെ. ഫുൾ ഈ ഭൗതിക പ്രപഞ്ചം മുഴുവൻ ഭഗവാന്റെ ദേഹത്തിന്റെ ഉള്ളിലാണ് നമ്മൾ കണ്ടത്. അപ്പൊ ഈ ഭൗതിക പ്രപഞ്ചം എന്ന് പറയുന്നത് ഭഗവാൻ തന്നെയാണ് അല്ലെ. അപ്പൊ അത് ഭഗവാന്റെ നിർവ്യക്തിക, അതായത് വ്യക്തിരൂപവും ഉണ്ട് ഭഗവാന്, വ്യക്തി അല്ലാത്ത രൂപത്തിലും ഭഗവാനെ കാണാനായിട്ട് സാധിക്കും. അപ്പൊ അതാണ് ഇവിടെ പറയുന്നത്, വ്യക്തിഗതവും നിർവ്യക്തികവുമാകുന്നു എന്ന് പറയുന്നത്. മുകുന്ദനിൽ നിന്നും ഉദ്ഭവിച്ച ശക്തിയാകയാൽ അമൂർത്തിക വിശ്വരൂപാവസ്ഥയെ മുകുന്ദനാകുന്നു. അപ്പൊ ദൃഷ്ടാന്തമായി ഒരു വൃക്ഷം പൂർണ്ണ വസ്തുവും വൃക്ഷത്തിലെ ഇലകളും ശാഖകളും ഉപശാഖകളും ഒക്കെ ആ വൃക്ഷത്തിൽ നിന്നും ഉദ്ഭവിച്ച അതിന്റെ തന്നെ അവിഭാജ്യ ഘടകങ്ങളുമാകുന്നു. ഒരു വൃക്ഷത്തിനെ എടുക്കുക, ആ വൃക്ഷത്തിൽ എന്തൊക്കെയാ ഉണ്ടാവുക? അതിനൊരു ശാഖകളുണ്ട് അല്ലെ, അതുപോലെ ഇലകളുണ്ട്, അതെല്ലാം ചേർന്നിട്ടാണ് ആ ഒരു വൃക്ഷം എന്ന് പറയുന്നത്. അപ്പൊ ഇതെല്ലാം മാറ്റി കഴിഞ്ഞു കഴിഞ്ഞാൽ വൃക്ഷം വൃക്ഷാവൂ? ഇല്ല. പക്ഷേ അതിന്റെ ഇലകളെയും ശാഖകളെയും നമ്മൾക്ക് വൃക്ഷമാണ് എന്ന് പറയാൻ പറ്റുമോ? ഇലകളും ശാഖകളും എന്ന് പറയുന്നത് നമുക്ക് വൃക്ഷത്തിന്റെ ഭാഗങ്ങളാണ് എന്നാണ് പറയാൻ പറ്റുള്ളൂ അല്ലെ. ആ വൃക്ഷം പൂർണ്ണമാണ്. ഇലകളെ തന്നെ എടുത്തു കഴിഞ്ഞാൽ വൃക്ഷം പൂർണ്ണമാകുന്നില്ല. അതുപോലെ ശാഖകളെ തന്നെ എടുത്താലും ആ വൃക്ഷം പൂർണ്ണമാകുന്നില്ല അല്ലെ. അപ്പൊ വൃക്ഷത്തിന്റെ ഇലകളും ശാഖകളും ഒക്കെ വൃക്ഷം തന്നെയാണ്. എന്നാൽ വൃക്ഷം എന്നാൽ അതിന്റെ ഇലകളോ ശാഖകളോ മാത്രമാകുന്നില്ല. ഇലകളെ ഒരു ഇല കാണിച്ചിട്ട് പറഞ്ഞു ഇത് വൃക്ഷമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വൃക്ഷമാണ് നമ്മൾ സമ്മതിച്ചുവോ? ഇല്ല അല്ലെ. ആ വൃക്ഷത്തിന്റെ ഭാഗമാണെന്നാണ് പറയാൻ പറ്റുള്ളൂ. അതാണ് ഒരു പൂർണ്ണമായിട്ടുള്ള വൃക്ഷം എന്ന് പറയുന്നത്. എന്താണ്? ഈ ഇലകളും ശാഖകളും എല്ലാം കൂടി ചേർന്നിട്ടുള്ള ഒരു പൂർണ്ണ രൂപമാണ്. അപ്പൊ വേദവീക്ഷണം എന്നത് സമ്പൂർണ്ണ വിശ്വസൃഷ്ടിയും ബ്രഹ്മം അല്ലാതെ മറ്റൊന്നുമല്ല എന്നതാണ്. അപ്പൊ നമ്മൾ ഭഗവാൻ, അപ്പൊ അതാണ് നമ്മൾ പറഞ്ഞത്, ബ്രഹ്മം പരമാത്മൻ ഭഗവാൻ സാക്ഷാത്കാരം നമ്മൾ പറഞ്ഞു അല്ലെ. അതിലെന്താ പറഞ്ഞത്? ബ്രഹ്മം എന്ന് പറയുന്നത് ഭഗവാന്റെ പ്രകാശം മാത്രമാണ്. ആ പ്രകാശം മാത്രം എന്ന് പറഞ്ഞാൽ അത് ഭഗവാനാകുന്നില്ല. ആ പ്രകാശവും പരമാത്മ രൂപത്തിലുള്ള ഭഗവാനും അതുപോലെ എന്താണ് ദിബാഹു, അതായത് രണ്ട് കൈകളുള്ള ആ ഓടൽക്കുഴലിലൂതുന്ന ഭഗവാന്റെ രൂപവും എല്ലാം ചേർന്നതാണ് ഭഗവാൻ എന്ന് പറയുന്നത്. അതിൽ ഓരോന്നെടുത്തുകൊണ്ട് ഇത് ഭഗവാനാണ് നമുക്ക് പറയാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. പരമബ്രഹ്മത്തിൽ നിന്നും സർവ്വതും ഉദ്ഭവിക്കയാൽ യാതൊന്നും അവിടെ നിന്നും വ്യത്യസ്തമല്ല. ഇപ്പൊ ഇപ്പൊ അതാണ് ഇവിടെ പറയുന്നത്, ഈ ലോകത്തുള്ള എന്ത് വസ്തു എടുത്തു കഴിഞ്ഞാലും ഭഗവാനിൽ നിന്ന് വന്നതാണ്. അപ്പൊ അത് ഭഗവാനിൽ നിന്ന് വ്യത്യസ്തമാണ് നമുക്ക് പറയാൻ പറ്റില്ല. അതേപോലെ അവശ്യ ഘടകങ്ങളായ ബാഹുക്കളെയും പാദങ്ങളെയും ഒക്കെ ശരീരം എന്ന് വിശേഷിപ്പിക്കാം. എന്നാൽ സമ്പൂർണ്ണ ശരീരത്തെയും ഏക ഘടകമായി വിവക്ഷിക്കുമ്പോൾ ബാഹുക്കളോ പാദങ്ങളോ പൂർണ്ണ ശരീരമാകുന്നില്ല. അപ്പൊ അതുപോലെ തന്നെയാണ് നമ്മുടെ കൈയും കാലും. അപ്പൊ നമ്മുടെ കൈ എന്ന് പറയുന്നത് ശരീരം തന്നെയാണ് അല്ലെ. ഇത് ശരീരം തന്നെയാണ്. നമ്മുടെ കാലും ശരീരം തന്നെയാണ്. എന്നാൽ നമ്മുടെ പൂർണ്ണ ശരീരം എന്ന് പറയുമ്പോൾ കൈ എന്ന് പറയുന്നത് പൂർണ്ണ ശരീരമാണ് നമുക്ക് പറയാൻ പറ്റില്ല. കാല് എന്ന് പറയുന്നത് പൂർണ്ണ ശരീരമാണ് നമുക്ക് പറയാൻ പറ്റില്ല അല്ലെ. അതാണ്. അപ്പോ പൂർണ്ണ ശരീരം എന്ന് പറയുന്നതാണ് എല്ലാം ചേർന്നാണ്. തല മുതൽ കൊണ്ട് പാദങ്ങൾ വരയ്ക്കുമുള്ള എല്ലാ അവയവങ്ങളും ഒരുമിച്ച് ചേർന്നാലാണ് അതിന് പൂർണ്ണ ശരീരം നമുക്ക് പറയാൻ പറ്റുള്ളൂ അല്ലെ. അപ്പൊ എന്നാൽ സമ്പൂർണ്ണ ശരീരത്തെയും ഏക ഘടകമായി അതാണ് പറയുന്നത്. അപ്പൊ സനാതനത്വം, സംവേദന ശക്തി, സൗന്ദര്യം എന്നിവയുടെ അതീന്ദ്രിയ സ്വരൂപം ഭഗവാനാകുന്നു. അപ്പൊ ഇനി പോട്ടെ, ഇനി നമ്മളുടെ ഗുണങ്ങളുണ്ട്. സംവേദന ശക്തി എന്ന് പറയുന്നത് നമ്മൾക്ക് മറ്റുള്ളവരോട് സംസാരിക്കാനുള്ള കഴിവ്, നമ്മളുടെ വികാരങ്ങൾ പ്രകടിപ്പിക്കാനുള്ള, ഫീലിങ്സ് പ്രകടിപ്പിക്കാനുള്ള ഒരു കഴിവാണ് ഈ സംവേദന ശക്തി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ സൗന്ദര്യം അല്ലെ. എല്ലാവർക്കും ഓരോ തരത്തിലുള്ള സൗന്ദര്യം ഉണ്ടാവും. അതിൽ ഏറ്റക്കുറിച്ചുകൾ ഉണ്ടാവാം, പക്ഷെ സൗന്ദര്യം ഉണ്ട് എല്ലാവർക്കും അല്ലെ. അതുപോലെ സനാതനത്വം, നമ്മുടെ നിലനിൽപ്പ് എന്ന് പറയുന്നത്, ഇതെല്ലാം ഇതിന്റെയൊക്കെ ഇത് എവിടെ നിന്നാണ് വരുന്നത്? ഭഗവാനിൽ നിന്നാണ് വരുന്നത്. ഇപ്പൊ നമ്മൾ മരിച്ചു കഴിഞ്ഞാല് നമ്മൾ എത്ര ഭംഗിയുള്ള ഒരാളാണെന്നുണ്ടെങ്കിലും ഇപ്പൊ കൈയിനെ വെട്ടിക്കഴിഞ്ഞിട്ട് നമ്മൾ താഴെ ഇട്ടു നിൽക്കൂ, ആ കൈ പിന്നെ ചലനമറ്റതാണ് അല്ലെ. അതിനെ ആർക്കെങ്കിലും ഇഷ്ടപ്പെടാനായിട്ട് സാധിക്കൂ? ഇല്ല. അതെന്താണ്? കുറച്ചു നേരം കഴിയുമ്പോൾ എന്തുണ്ടാവും? അതിന്റെ ഈ സൂര്യരശ്മികളുടെ പ്രവർത്തനം മൂലം അതെന്തായിട്ട് മാറും? അതിന്റെ ഘടകങ്ങളായിട്ട് മാറും. അത് എന്തുകൊണ്ട്, ഏതൊക്കെ കെമിക്കൽ കൊണ്ടാണോ ഉണ്ടാക്കിയിട്ടുള്ളത്, അതിന്റെ ഘടകങ്ങളായിട്ട് അത് മാറും. അങ്ങനെയാണ് ഉണ്ടാവുക അല്ലെ. അത് നിലനിൽക്കില്ല. അപ്പൊ ആ ഭഗവാന്റെ ചൈതന്യം ഉള്ളവർക്ക് മാത്രമാണ് എല്ലാ വസ്തുക്കളും ഈ രൂപത്തിൽ നിലനിൽക്കുന്നത്. ആയതിനാൽ ഭഗവത് സൃഷ്ടികൾ ഭാഗികമായി ശാശ്വതവും ജ്ഞാനസമ്പൂർണവും സൗന്ദര്യമുള്ളതുമായി കാണപ്പെടുന്നു. അപ്പൊ ഭഗവാന്റെ ആ സാന്നിധ്യം നമ്മൾക്ക് ഉള്ളപ്പോ എന്തുണ്ട്? നമ്മൾ ശാശ്വതനാണ്, അതുപോലെ ജ്ഞാനസമ്പൂർണനാണ്, സൗന്ദര്യമുള്ളതുമാണ്. ഇക്കാരണത്താലാണ് ഭാഗ്യശക്തിയുടെ സ്വാധീനത്തിൽ ബദ്ധാത്മാക്കൾ വശീകൃതരായി ഭൗതിക പ്രകൃതിയുടെ കുരുക്കിൽ അകപ്പെട്ടിരിക്കുന്നത്. അപ്പൊ നമ്മൾ എന്താണ്? ബാഹ്യശക്തി, ഭഗവാന്റെ ശക്തി തന്നെയാണ് ഈ മായ. മായയുടെ സ്വാധീനത്തിൽ നമ്മൾ പെട്ട് എവിടെ ബദ്ധരാക്കപ്പെട്ടിരിക്കുകയാണ്. അപ്പൊ നമ്മൾക്ക് തോന്നുകയാണ് നമ്മൾക്ക് ബുദ്ധിയുണ്ട്, നമ്മൾക്ക് സൗന്ദര്യമുണ്ട്, അതുകൊണ്ട് നമ്മളാണ് എല്ലാം തീരുമാനിക്കുന്നത് എന്നുള്ള ആ ഒരു മിഥ്യാ ബോധത്തിലാണ് നമ്മളുള്ളത് എന്ന് പറഞ്ഞാൽ നമുക്ക് ശരിയായിട്ടുള്ള ബോധമല്ല അതെന്ന് പറയുന്നത്. എല്ലാം നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത് ആരാണ്? ഭഗവാനാണ്. ആദികാരണമായ ഭഗവാനെ കുറിച്ചുള്ള യാതൊരു ജ്ഞാനവും ഇല്ലായകയാൽ അവർ ഇതിനെ സർവസ്വമായി
അംഗീകരിക്കുന്നു. ശരീരത്തിന്റെ ഘടകങ്ങളെ പൂർണ്ണ ശരീരത്തിൽ നിന്ന് വേർപെടുത്തിയാൽ പിന്നെ അവ കൂട്ടിച്ചേർക്കപ്പെട്ട സ്ഥിതിയിലുള്ള അതേ കൈകാലുകൾ അല്ലാതായി തീരുന്നു എന്ന അറിവും അവർക്കില്ല. അപ്പൊ നമ്മൾ ഇപ്പോഴും നമ്മൾ എന്താ വിചാരിക്കുന്നത്, എന്റെ കൈ കൊണ്ട് എനിക്ക് എന്ത് വേണമെങ്കിൽ ചെയ്യാൻ പറ്റും, എന്റെ കാലുകൊണ്ട് എന്ത് വേണമെങ്കിൽ ചെയ്യാൻ പറ്റും എന്നാണ് നമ്മൾ വിചാരിക്കുന്നത് അല്ലെ. പക്ഷെ അത് ശരീരത്തിൽ നിന്ന് വെട്ടിമാറ്റി കഴിഞ്ഞാലോ നമ്മൾക്ക് അതിന് യാതൊരു വാല്യൂ ഇല്ല. ഇത് നമ്മൾ എപ്പോഴെങ്കിലും ആലോചിക്കാറുണ്ടോ? എന്റെ കൈ കൊണ്ടാണ് ഞാൻ ചെയ്തത്, അല്ലെങ്കിൽ എന്റെ ബുദ്ധി ഉപയോഗിച്ചിട്ടാണ് ഞാൻ ചെയ്തത്. എന്നാൽ ഈ ശരീരത്തിൽ നിന്ന് വെട്ടിമാറ്റി കഴിഞ്ഞാൽ അതൊന്നിനും വാല്യൂ ഇല്ല അല്ലെ. അത് നമ്മൾ മനസ്സിലാക്കുന്നില്ല. അതേപോലെ പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാന്റെ അതീന്ദ്രിയ പ്രേമയുധ സേവനത്തിൽ നിന്നും വേർപ്പെടുത്തപ്പെട്ട ഈശ്വരരഹിത സംസ്കാരം ഛേദിക്കപ്പെട്ട കൈകാലുകൾക്ക് സമാനമാണ്. അത്തരം ഘടകങ്ങൾ കൈകാലുകൾ പോലെ ദൃശ്യമാകുമെങ്കിലും അവയ്ക്ക് പ്രവർത്തന ശേഷിയില്ല. ഭഗവത് ഭക്തനായ ശ്രീ വ്യാസദേവന് ഇത് സുഗ്രാഹ്യമാണ്. ആകയാൽ ഭൗതിക ബന്ധനത്തിന്റെ കുരുക്കിൽ അകപ്പെട്ട ബദ്ധാത്മാക്കൾ അദ്ദേഹത്തിൽ നിന്നും പാഠങ്ങൾ ഉൾക്കൊണ്ട് പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാനെ ആദികാരണമായി മനസ്സിലാക്കാൻ ഉതകും വിധം ആ ആശയത്തെ വിസ്തരിച്ച് വർണ്ണിക്കാൻ ശ്രീനാരദൻ വ്യാസദേവനെ വീണ്ടും ഉപദേശിക്കുന്നു. അപ്പൊ ഇവിടെ എന്താ പറയുന്നത്, അതുപോലെയാണ് നമ്മളുടെ ജീവാത്മാവ് എന്ന് പറയുന്നത് എന്താണ്, ഭഗവാന്റെ അംശമാണ് അല്ലെ. അപ്പൊ ഭഗവാനിൽ നിന്നും വേർപെട്ട് നിന്ന് കഴിഞ്ഞാൽ ആ അംശത്തിന് ഒരു വാല്യൂ ഇല്ല. നമ്മളുടെ കൈയും കാലും നമ്മളുടെ ശരീരത്തിൽ നിന്ന് വെട്ടിമാറ്റുന്നത് പോലെ തന്നെയാണ് നമ്മുടെ ജീവാത്മാവിനെ നമ്മൾ ഭഗവാനിൽ നിന്ന് അകറ്റി നിർത്തുന്നത്. പക്ഷെ നമ്മൾ ഓരോരുത്തരും ചെയ്യുന്നത് അതല്ലേ എന്ന് ആലോചിച്ച് നോക്കൂ. നമ്മൾ ഭഗവാനെ കുറിച്ച് ചിന്തിക്കുന്ന സമയങ്ങൾ വളരെ തുച്ഛമാണ് അല്ലെ, വളരെ കുറവാണ് അല്ലെ. അപ്പോ എന്താ പറയുന്നത്, അപ്പൊ ജീവാത്മാവിന് ശരിക്കും ആ ഒരു ശക്തി ഉണ്ടാവണമെങ്കിൽ, ചൈതന്യം ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ ആരുടെ കൂടെ ആവണം, ഭഗവാന്റെ കൂടെ എപ്പോഴും ഉണ്ടാവണം. പരമദിവ്യമായ ഭഗവാനോട് ചേർന്ന് നിൽക്കുമ്പോഴാണ് അതിന് ശക്തിയുള്ളൂ. അല്ലെങ്കിൽ മുറിച്ച് മാറ്റിയ കൈകാലുകൾ പോലെയാണ് എന്നാണ് പറയുന്നത്. അപ്പൊ എന്ത് വേണം, അതുകൊണ്ടാണ് നമ്മൾക്ക് ഈ ഭൗതികത കാര്യങ്ങളിൽ ആകർഷണം വന്നു കഴിഞ്ഞിട്ട് നമ്മൾ ഈ ഭൗതിക ലോകത്ത് കുടുങ്ങി കിടക്കുന്നത് എന്നാണ് പറയുന്നത്. അപ്പൊ എന്താ ചെയ്യേണ്ടത്, ഭഗവാനെ കുറിച്ച് അറിയണം, ഭഗവാനോട് കൂടി ചേർന്ന് നിൽക്കണം അല്ലെ. അപ്പോ അതാണ് ഇവിടെ പറയുന്നത്. അപ്പൊ എന്ത് ചെയ്യണം, പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാനെ ആദി കാരണമായി മനസ്സിലാക്കാൻ ഉതകുന്ന വിധം വ്യാസദേവൻ എന്ത് ചെയ്യണം, അവർക്ക് പറഞ്ഞു കൊടുക്കണം. ഭഗവാനാണ് എല്ലാം. അങ്ങനത്തെ ഒരു പുസ്തകമാണ് ആരെ എഴുതേണ്ടത്, വ്യാസദേവൻ എഴുതേണ്ടത് എന്ന് പറഞ്ഞു കൊടുക്കുകയാണ് ഇവിടെ നാരദര്. അപ്പൊ ഭഗവാനെ കുറിച്ചും ഭഗവാന്റെ ലീലകളെ കുറിച്ചുമാണ് ഇവിടെയുള്ള ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കേണ്ടത്. അവര് ഉള്ളിലുള്ള ആത്മാവിനെയൊക്കെ ആരോട് ബന്ധപ്പെടുത്തണം, ഭഗവാനുമായിട്ട് ബന്ധപ്പെടുത്തി കൊണ്ടുവരണം. അതിനുവേണ്ടി അവരെ സഹായിക്കലാണ് വ്യാസദേവന്റെ ലക്ഷ്യമാവേണ്ടത് എന്ന് പറഞ്ഞു കൊടുക്കുകയാണ് ശ്രീനാരദൻ ഇവിടെ. വേദവീക്ഷണം അനുസരിച്ച് ഭഗവാൻ സ്വാഭാവികമായി പരിപൂർണ ശക്തിമാനാണ്. ഭഗവാന്റെ പരമശക്തികൾ സദാശ്രേഷ്ഠവും ഭഗവാനിൽ നിന്ന് അഭിനവുമാകുന്നു. ആത്മീയവും ഭൗതികവുമായ ആകാശങ്ങളും അവയുടെ പരിച്ഛദങ്ങളുമെല്ലാം ഭഗവാന്റെ ആന്തരിക ബാഹ്യശക്തികളുടെ പ്രഭാവങ്ങളാണ്. ബാഹ്യശക്തി താരതമ്യേന ന്യൂനവും അതേസമയം ആന്തരിക ശക്തി ശ്രേഷ്ഠവുമാകുന്നു. അപ്പൊ ഇനി എന്താണ്, ഭഗവാന് രണ്ട് തരത്തിലുള്ള ശക്തികളുണ്ട്. അത് ഒന്ന് എന്ന് പറയുന്നത് നമ്മുടെ പുറത്തുള്ള ശക്തി എന്ന് പറയുന്നതാണ് ബഹിരംഗ ശക്തി. അതാണ് നമ്മൾ ഈ മായ എന്ന് പറയുന്നത്. നമ്മുടെ 3 പ്രകൃതി ഗുണങ്ങൾ എന്നൊക്കെ പറയില്ലേ, സത്വഗുണം, രജോ ഗുണം, തമോ ഗുണം. സത്വഗുണത്തിലാണെങ്കിൽ എല്ലാം ചിന്തിച്ച് പ്രവർത്തിക്കാനുള്ള ഒരു ബുദ്ധിയും ബോധം അവർക്ക് ഉണ്ടാവും. രജോ ഗുണത്തിലാണെങ്കിലോ എല്ലാം എനിക്ക് അത് വേണം ഇത് വേണം എന്നുള്ളത് കൊണ്ട് അതിനുവേണ്ടി പ്രയത്നിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്വഭാവമാണ്. ഇനി തമോ ഗുണാണെങ്കിലോ ബുദ്ധിയും ബോധമില്ലാണ് ചെയ്യുന്ന പ്രവർത്തികൾ. അത് അവർക്കും ദോഷകാരിക്കും മറ്റുള്ളവർക്കും ദോഷം വരുന്ന മാതിരിയാണ് ഉണ്ടാവുക. ഈ ടെററിസ്റ്റ് അങ്ങനത്തെ മരത്തെ ഗുണങ്ങളൊക്കെ കാണിക്കില്ലേ, അതുപോലെ ഡ്രഗ് ഒക്കെ കഴിക്കുന്ന ആൾക്കാര്, അങ്ങനത്തെ സ്വഭാവങ്ങളൊക്കെ തമോ ഗുണങ്ങളാണ്. മറ്റുള്ളവരെ ദ്രോഹിക്കുന്ന രീതിയിലുള്ള ഇതെല്ലാം തമോ ഗുണങ്ങളാണ്. അപ്പൊ ഈ ഗുണങ്ങളൊക്കെ ഏതിൽ വരുന്നതാണ്, ഭഗവാന്റെ ബഹിരംഗ ശക്തിയിൽ വരുന്നതാണ്, മായയിൽ വരുന്നതാണ്. ഇനി ഭഗവാന്റെ അന്തരംഗ ശക്തി എന്ന് പറയുന്നതാണ് ശ്രേഷ്ഠമായിട്ടുള്ളത്. അത് ഭഗവാന്റെ അതേ ഗുണങ്ങൾ നമ്മൾക്ക് കിട്ടുന്നതാണ് ആന്തരിക ശക്തി എന്ന് പറയുന്നത്. അപ്പൊ ആന്തരിക ശക്തി ജീവചൈതന്യമാകുന്നു. അതിനാൽ അവൾ പരിപൂർണമായി അനന്യയും അഭിന്നയുമാകുന്നു. എന്നാൽ ബാഹ്യശക്തി ജഡവസ്തുവാൽ അത് അപ്പൊ അതായത് നമ്മുടെ ആത്മാവിന്റെ ശരിയായിട്ടുള്ള സ്വഭാവം എന്ന് പറയുന്നത് ഭഗവാന്റെ ആന്തരിക ശക്തിയാണ്. അപ്പൊ അത് ഭഗവാന്റെ ശാശ്വതാംശമാണ് അല്ലെ. അപ്പൊ അതില് പ്രകൃതി ഗുണങ്ങളുടെ കലർപ്പൊന്നുമില്ല. ഇവിടെ വന്നു കഴിഞ്ഞിട്ട് നമ്മൾക്ക് ഈ ശരീരം ലഭിക്കുകയാണ്. അതാണ് ജഡവസ്തു എന്ന് പറയുന്നത് കേട്ടോ, ബാഹ്യശക്തി. അതായത് നമ്മുടെ സ്ഥൂല ശരീരം, നമ്മുടെ പുറത്ത് കാണുന്ന ശരീരം എന്ന് പറയുന്നത് ബഹിരംഗ ശക്തിയിൽ പെട്ടതാണ്. അതിന്റെ കൂടെയാണ് ഈ 3 പ്രകൃതി ഗുണങ്ങൾ വരുന്നത്. അപ്പൊ ഈ 3 പ്രകൃതി ഗുണങ്ങൾ നമ്മുടെ ജീവാത്മാവിന്റെ ഉള്ളില് എന്താണ്, ജീവാത്മാവ് ഇങ്ങനെ അടഞ്ഞിരിക്കുകയാണ്, ബന്ധിക്കപ്പെട്ടിരിക്കുകയാണ്. അതാണ് ഇവിടെ പറയുന്നത്. എന്നാൽ ഈ ഇരു ശക്തികളും സർവ്വശക്തികളുടെയും ജനകനായ ഭഗവാന് സമാനമായോ അതീതമായോ അല്ല. പക്ഷെ എന്താണ് പറയുന്നത്, രണ്ടും ഭഗവാന്റെ ശക്തിയാണ്. അപ്പൊ ഭഗവാൻ എന്താണ്, ഈ ശക്തികൾക്ക് മേലെയാണ് എന്ന് പറയുകയാണ്. അപ്പൊ വിദ്യുച്ഛക്തി എത്ര ശക്തിമത്തായാലും സദാ എഞ്ചിനീയറുടെ നിയന്ത്രണത്തിൽ കീഴിലെന്ന പോലെ അത്തരം ശക്തികൾ ഭഗവാന്റെ
ഭഗവാന്റെ പരിപൂർണ നിയന്ത്രണത്തിന് കീഴിലാണ്. അപ്പൊ ഇപ്പൊ നമ്മൾക്ക് കറണ്ട് വരുന്നുണ്ട് അല്ലെ? അപ്പൊ കറണ്ട് വരുമ്പോ നമ്മൾ പറയണം അതാണ് എല്ലാം. കാരണം എന്താണ്, നമ്മൾ അതിലൊന്ന് പോയി തൊട്ട് കഴിഞ്ഞാൽ എന്താണ്ടാവുക, നമ്മൾ ഷോക്ക് അടിച്ച് മരിക്കും. അത്രയും ശക്തിമത്താണ് വിദ്യാശക്തി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ എല്ലായിടത്തും നമ്മൾക്ക് പ്രകാശം ലഭിക്കുന്നു. അതുകൊണ്ട് അപ്പൊ നമ്മൾ പറയാണ് വിദ്യാശക്തി എന്ന് പറയാൻ എല്ലാം ആണെന്ന്. പക്ഷേ അതിന്റെ എഞ്ചിനീയർ, ഇപ്പൊ അവിടുത്തെ ഒരു പവർ സ്റ്റേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ആ സ്വിച്ച് ഓഫ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ വിദ്യുച്ഛക്തിക്ക് പിന്നെ വല്ല കാര്യങ്ങളും നടത്താൻ പറ്റുമോ? ഇല്ല. അപ്പൊ അത് ആരുടെ നിയന്ത്രണത്തിലാണ്? അത് ഓൺ ചെയ്യുന്നതും ഓഫ് ചെയ്യുന്നതും ഒരു എഞ്ചിനീയർ ആണ്. അപ്പൊ ആ എഞ്ചിനീയറുടെ നിയന്ത്രണത്തിലാണ് ആ കറണ്ട് ഉള്ളത്, അല്ലെങ്കിൽ വിദ്യുച്ഛക്തി ഉള്ളത് അല്ലെ? അപ്പൊ അതുപോലെ തന്നെ ഭഗവാന്റെ നിയന്ത്രണത്തിലാണ് ഈ രണ്ടുമായും. ഭഗവാൻ മായോട്, ബഹിരംഗ ശക്തിയോട് പറയാണ്, നീ ഇനി ഇയാളുടെ മേലെ ആക്ട് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അപ്പൊ അവിടെ നിൽക്കണം. മായക്ക് വേറെ വഴിയില്ല. അപ്പൊ അതുകൊണ്ടാണ് പറയുന്നത് ഈ ശക്തികളെല്ലാം ഭഗവാന്റെ പരിപൂർണ്ണ നിയന്ത്രണത്തിലാണ് എന്നുള്ളത്. മനുഷ്യരും മറ്റെല്ലാ ജീവജാലങ്ങളും ഭഗവാന്റെ ആന്തരിക ശക്തിയുടെ ഉൽപ്പന്നങ്ങളാണ്. ആകയാൽ ജീവാത്മാക്കൾ ഭഗവാനോട് സാദൃശ്യമുള്ളവരാണ്. എന്നാൽ അവർ ഒരിക്കലും പരമദിവ്യോത്തമ പുരുഷന് തുല്യരോ ഭഗവാനേക്കാൾ ശ്രേഷ്ഠരോ അല്ല. ഭഗവാനും ജീവാത്മാക്കളും വ്യതിരിക്ത സ്വരൂപങ്ങളാണ്. ഭൗതിക ശക്തിയുടെ സഹായത്താൽ ജീവാത്മാക്കളും ചിലതൊക്കെ സൃഷ്ടിക്കുന്നു എങ്കിലും അവരുടെ ഒരു സൃഷ്ടിയും ഭഗവത് സൃഷ്ടിക്ക് തുല്യമായോ ഭഗവത് സൃഷ്ടിയേക്കാൾ ശ്രേഷ്ഠമായോ ഇല്ല. അപ്പൊ എന്താ പറയുന്നത്, ഇനിയിപ്പോ ഇതിൽ നമ്മുടെ ജീവജാലങ്ങളൊക്കെ, ഈ മനുഷ്യരും മറ്റു ജീവജാലങ്ങൾ എന്ന് പറയുന്നത് അവര് പുറത്തുള്ള ശരീരങ്ങളല്ല എന്ന് ആദ്യം മനസ്സിലാക്കുക കേട്ടോ. ഈ മനുഷ്യരും മറ്റെല്ലാ ജീവജാലങ്ങൾ എന്ന് പറയുന്നത് അതിനുള്ള ആത്മാക്കളെയാണ് പറയുന്നത്. അപ്പൊ അതെല്ലാം എന്താണ്? ഭഗവാന്റെ ആന്തരിക ശക്തിയുടെ ഉൽപ്പന്നങ്ങളാണ് എന്നാണ് പറയുന്നത്. അപ്പൊ ജീവാത്മാക്കൾ, അതുകൊണ്ടാണ് ജീവാത്മാക്കൾ എന്ന് പറയുന്നത് ഭഗവാനോട് സാദൃശ്യമുള്ളവരാണെന്ന് പറയുന്നത്. അപ്പൊ ഭഗവാന് തന്നെ സൃഷ്ടിയാണ്, ഭഗവാന്റെ ഓരോ അംശങ്ങളാണ് അവരൊക്കെ. അപ്പൊ അത് ഭഗവാനെ പോലെ തന്നെയാണ് ഉണ്ടാവുക. എന്നാൽ അവർ ഒരിക്കലും പരമദിവ്യോത്തമ പുരുഷന് തുല്യരോ ഭഗവാനേക്കാൾ ശ്രേഷ്ഠരോ അല്ല. എന്നാൽ ഇപ്പോ ഭഗവാന്റെ അംശമാണ്, ഭഗവാന്റെ എല്ലാ ഗുണങ്ങളും ഉണ്ട്, അത് ചെറുതായിട്ട് ആ ഗുണങ്ങൾ ഉണ്ട് എന്നുള്ളത് കൊണ്ട് അവര് ഭഗവാൻ തന്നെയാണ് നമുക്ക് പറയാൻ പറ്റില്ല. ഇപ്പൊ നമ്മളൊരു സമുദ്രം ഉണ്ട് അല്ലെ, ഒരു സമുദ്രത്തിൽ വന്നിട്ട് അതിന്റെ ഒരു തുള്ളി എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാല് ആ മൊത്തം സമുദ്ര ജലത്തിന്റെ എല്ലാ ഗുണങ്ങളും ആ സമുദ്രത്തിന്റെ ആ ഒരു തുള്ളിക്ക് ഉണ്ടാവും അല്ലെ? പക്ഷെ ആ ഒരു തുള്ളി എടുത്തു കഴിഞ്ഞിട്ട് നമ്മുടെ കയ്യിൽ വെച്ച് കഴിഞ്ഞിട്ട് പറയാണ് ഇത് സമുദ്രമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമുദ്രമാണ് നമ്മൾക്ക് സമ്മതിക്കാൻ പറ്റുമോ? ഇല്ല. നമ്മൾക്ക് അറിയാം സമുദ്രമല്ല, സമുദ്രത്തിലെ ഒരു തുള്ളി മാത്രമാണ്. അതുപോലെയാണ് ഈ 84 ലക്ഷം ജീവവർഗങ്ങളാണ് നമ്മളുടെ ഈ ഭൗതിക ലോകത്തുള്ളത്. അവർ ഓരോരുത്തരും എന്താണ്? ഭഗവാന്റെ അംശമാണ്. എന്നാൽ ഭഗവാന്റെ എല്ലാ ഗുണങ്ങളുടെ അവർക്കുണ്ട്. അത് ചെറിയ അളവില്, പൂർണ്ണമായിട്ടല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ അവരെ ഭഗവാനാണ് എന്ന് പറയാൻ പറ്റില്ല എന്ന് പറയുകയാണ്. ഭൗതിക ശക്തിയുടെ സഹായത്താൽ ജീവാത്മാക്കളും ചിലതൊക്കെ സൃഷ്ടിക്കുന്നു എങ്കിലും അവരുടെ ഒരു സൃഷ്ടിയും ഭഗവത് സൃഷ്ടിക്ക് തുല്യമായോ ഭഗവത് സൃഷ്ടിയേക്കാൾ ശ്രേഷ്ഠമായോ ഇല്ല. ഭഗവാനെ അസമൂർദ്ധ എന്നാണ് പറയുക. അസമൂർദ്ധ എന്ന് പറഞ്ഞാല് ഭഗവാന് തുല്യനായിട്ടും ഭഗവാന് ശ്രേഷ്ഠനായിട്ടും ആരും ഇല്ല എന്നാണ് അതിന്റെ അർത്ഥം. മനുഷ്യർ തങ്ങളുടെ കുട്ടിക്കളി ഒരു മിനിറ്റ് കേട്ടോ. മനുഷ്യർ തങ്ങളുടെ കുട്ടിക്കളി പോലുള്ള സ്പുട്നിക് സൃഷ്ടിച്ചേക്കാം എന്നാണ് അവിടെ പറയുന്നത്. ബഹിരാകാശത്തിൽ അതിനെത്തിക്കാനും അവർക്ക് സാധിച്ചേക്കാം. എന്നാൽ ഭഗവാൻ നിർവഹിക്കുന്നത് പോലെ ഭൂമിയെ പോലെയോ ചന്ദ്രനെ പോലെയോ ഒരു ഗ്രഹം സൃഷ്ടിച്ച് വായുമണ്ഡലത്തിൽ പ്ലവനം ചെയ്യിക്കാൻ അവന് സാധ്യമാണെന്ന് അതിനർത്ഥമില്ല. ആണ്, ഒരുപാട് ഗ്രഹങ്ങളും ഉപഗ്രഹങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് അല്ലെ? നാസ ഒക്കെ നമ്മൾ നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഒരുപാട് ഉപഗ്രഹങ്ങൾ പോയിട്ടുണ്ട് അല്ലെ? ആര്യഭട്ട തുടങ്ങി. അപ്പോ അങ്ങനത്തെ ഉപഗ്രഹങ്ങളൊക്കെ അവർക്ക് ഉണ്ടാക്കാൻ പറ്റും ഒരു ചെറിയ തോതിൽ, അതിങ്ങനെ റൊട്ടേറ്റ്. പക്ഷെ എന്താണ്, ഒരു പരിധി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് നശിക്കും അല്ലെ? അതിനൊരു കാലയളവുണ്ട്. അത് കഴിഞ്ഞാൽ അതെന്തായാലും നശിച്ചു പോകും എന്നുള്ളത് ഉറപ്പാണ്. അതിനുള്ളിൽ നമ്മൾ വേറൊന്ന് നമ്മൾ അത് വിക്ഷേപിക്കും. അങ്ങനെയല്ലേ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോ ഇപ്പൊ ഇവിടെ എന്താ പറയുക, പക്ഷേ ഭൂമിയെ പോലെയോ ചന്ദ്രനെ പോലെ, ഇപ്പൊ ഭൂമി വന്നിട്ട് എത്ര കാലമായി, ചന്ദ്രൻ വന്നിട്ട് എത്ര കാലമായി? അപ്പൊ ശാശ്വതമായിട്ട് ഭൂമിയെ പോലെയോ ശാശ്വതമായിട്ടുള്ള ഏതെങ്കിലും ഒരു ഗ്രഹം ഉണ്ടാക്കിയിട്ട് ഈ വായുമണ്ഡലത്തിൽ പ്ലവനം ചെയ്യിപ്പിക്കാനായിട്ട് ഒരിക്കലും ആർക്ക് സാധിക്കില്ല? നമ്മൾ ഒരു മനുഷ്യന് സാധിക്കില്ല എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഇവിടെ എത്രയോ മാറ്റങ്ങളുണ്ട്. ഒരു കാലം കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു പർട്ടിക്കുലർ ആയിട്ട് ഒരു സമയം കഴിഞ്ഞാൽ നമുക്ക് മൺസൂൺ വരുന്നു അല്ലെ? അതുപോലെ തന്നെ എന്താണ്, ചൂടുകാലം വരുന്നു, തണുപ്പ് കാലം വരുന്നു. ഇതെല്ലാം മാറി മാറി വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതെല്ലാം കറക്റ്റ് ആയിട്ട് നമുക്കറിയാം. ഡിസംബർ വന്നു കഴിഞ്ഞാൽ ഏകദേശം നമുക്ക് തണുപ്പായി നമുക്കറിയാം അല്ലെ? അതുപോലെ തന്നെ ഇപ്പൊ ഒക്ടോബർ നവംബറിന്റെ സമയത്ത് വന്നു കഴിഞ്ഞിട്ട് നമുക്ക് തുലാവർഷം ഉണ്ടാവുന്നു എന്നുള്ളത് നമ്മൾക്കറിയാം അല്ലെ? അതുപോലെ തന്നെ എന്താണ്, മെയ് കഴിഞ്ഞ് ജൂൺ ജൂലൈ ആകുമ്പോഴേക്കും നമ്മൾക്ക് അടുത്ത മഴക്കാലം വരുന്നു. അപ്പൊ ഇങ്ങനെ ഓരോന്നും നമ്മൾക്ക് അറിയാം
എന്താണെന്ന് അത് കാരണം അത് കൃത്യമായിട്ട് അതുപോലെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ഇതുപോലെ ഒരു ഉപഗ്രഹത്തിന്റെ ഉള്ളില് നമ്മൾക്ക് വ്യത്യസ്ത സീസൺസ് ഉണ്ടാക്കാനായിട്ട് സാധിക്കൂ? നടക്കും തോന്നുന്നുണ്ടോ? ഇല്ല. അപ്പൊ അതാണ്. അപ്പൊ ഭഗവാനെ പോലെ ഒരിക്കലും നമ്മൾക്കത് പുനഃസൃഷ്ടിക്കാനായിട്ട് സാധിക്കുന്നില്ല എന്നാണ് പറയുന്നത്. അല്പജ്ഞാനികളായ മനുഷ്യർ ഭഗവാന് സമാനനായി തീരാൻ തങ്ങൾക്ക് കഴിയുമെന്ന് അവകാശപ്പെടുന്നു. അവർ ഒരിക്കലും ഭഗവാന് തുല്യരാകില്ല. അത് നടക്കില്ല തന്നെ. മനുഷ്യനെ പരിപൂർണത നേടിയ ശേഷം ഭഗവത് ഗുണങ്ങൾ ഒരു നല്ല തോതിൽ പ്രാപ്തമാക്കാൻ സാധ്യമായേക്കാം. ഏകദേശം 78% വരെ. അപ്പൊ ഭഗവാന്റെ ഗുണങ്ങളില് 78% വരെ നമ്മൾക്ക് സാധിക്കും. അത് ആണ് ഒരു ബ്രഹ്മാവിന്റെ ഗുണങ്ങൾ എന്ന് പറയുന്നത്. ബ്രഹ്മാവാണ് ഏറ്റവും ഉന്നതനായിട്ടുള്ള ജീവാത്മാവ് എന്ന് പറയുന്നത്. അപ്പൊ ഏറ്റവും ഉത്തമനായിട്ടുള്ള ജീവാത്മാവ് എന്ന് പറയുന്നത് ബ്രഹ്മാവാണ്. ബ്രഹ്മാവിന് ഭഗവാന്റെ 78% ഗുണങ്ങളുണ്ട്. ആ ലെവലിലേക്ക് നമ്മൾക്കും എത്താം. കാരണം ബ്രഹ്മാവ് എന്ന് പറഞ്ഞ ഒരു പോസ്റ്റാണ്. ഏറ്റവും യോഗ്യനായിട്ടുള്ള ഒരാള് ഒരു സൃഷ്ടി നടക്കുമ്പോൾ അവിടുത്തെ ഏറ്റവും യോഗ്യനായിട്ടുള്ള ആളാണ് അവിടെ ബ്രഹ്മാവിന്റെ പോസ്റ്റിലേക്ക് പോവുക. അപ്പൊ ആ ലെവലിലേക്ക് നമ്മൾക്കും എത്താം എന്നാണ് പറയുന്നത്. എങ്ങനെ? ഭക്തി സേവനങ്ങൾ ചെയ്ത് ഭഗവാനെ പ്രീതിപ്പെടുത്തിക്കൊണ്ട്. എന്നാൽ ഒരിക്കലും ഭഗവാനെ പിന്നിലാക്കാനോ ഭഗവാനുമായി തുല്യത പ്രാപിക്കാനോ സാധ്യമല്ല തന്നെ. രോഗഗ്രസ്തമായ അവസ്ഥയിൽ മാത്രമേ മൂഢന്മാർ ഭഗവാന് തുല്യമായ ഒരുവനായി തീരുമെന്ന് അവകാശപ്പെടുകയും അങ്ങനെ മായാശക്തിയാൽ തെറ്റായി നയിക്കപ്പെടുകയും ചെയ്യുന്നുള്ളൂ. അപ്പൊ നമ്മൾക്ക് എന്താ പറയുന്നത്? ഇപ്പോ നമ്മൾ പറയൂലേ, മഞ്ഞപ്പിത്തം വന്നു കഴിഞ്ഞിട്ട് നമ്മൾക്ക് ആ ഇത് വന്നു കഴിയുമ്പോൾ നമ്മളുടെ എന്താണ്, കരിമ്പിൻ ജ്യൂസ് കഴിക്കുമ്പോൾ നമ്മൾക്ക് കയ്പാണ് തോന്നുക. ശരിക്കും കരിമ്പിൻ ജ്യൂസിന് കയ്പാണോ ഉള്ളത്? അല്ല, മധുരാണ് നമ്മൾക്ക് അറിയാം. പക്ഷേ ഒരു 10 രോഗികള് ആണ് ഒരു സ്ഥലത്തുള്ളത് എന്നുണ്ടെങ്കിൽ അവരാണ് ആ കരിമ്പിൻ ജ്യൂസ് കുടിക്കണമെന്നുണ്ടെങ്കിൽ അവർക്ക് എന്താ തോന്നുക? അതിന് കയ്പാണ്. കാരണം എല്ലാവരും രോഗികളാണ്. അപ്പൊ എല്ലാവർക്കും അതിന്റെ ഇത് ടേസ്റ്റ് എന്താ അറിയുന്നത്? കയ്പാണ്. അതുപോലെ ഈ ഭൗതിക ലോകത്തിൽ നമ്മളെല്ലാം എന്താണ് മറന്നു പോയിരിക്കുകയാണ്. ഭഗവാനെ മറന്നു പോയിട്ട് ഇവിടെ ഉള്ളതെല്ലാം സത്യമാണെന്ന് നമ്മൾ അങ്ങോട്ട് വിചാരിക്കുകയാണ്. അപ്പൊ അത് രോഗാവസ്ഥയാണ് നമ്മളുടെ. ആ രോഗം മാറുമ്പോഴാണ് യഥാർത്ഥ അവസ്ഥ എന്താണെന്ന് നമ്മൾക്ക് മനസ്സിലാവുള്ളൂ എന്നുള്ളതാണ് പറയുന്നത്. ആകയാൽ മാർഗഭ്രംശം സംഭവിച്ച ജീവാത്മാക്കൾ നിശ്ചയമായും ഭഗവാന്റെ പരമോന്നതാധികാരത്തെ അംഗീകരിക്കുകയും ഭഗവാന് പ്രേമയുദ്ധ സേവനം സമർപ്പിക്കുവാൻ തയ്യാറാകുകയും വേണം. അതിനായിട്ടാണ് അവർ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് തന്നെ. അപ്പൊ നമ്മുടെ യഥാർത്ഥ ലക്ഷ്യം എന്താണ്? മനുഷ്യ ജീവിതത്തിന്റെ ഭഗവാന് പ്രേമയുദ്ധ സേവനം സമർപ്പിക്കണം എന്നാണ് പറയുന്നത്. അല്ലാതെ സമാധാനവും ശാന്തിയും ഈ ലോകത്തുണ്ടാവുകയില്ല. ശ്രീമദ് ഭാഗവതത്തിൽ ഈ ആശയത്തെ വിശദീകരിക്കുവാനാണ് ശ്രീല നാരദൻ ശ്രീല വ്യാസദേവനെ ഉപദേശിക്കുന്നത്. ഭഗവത്ഗീതയിലും ഇതേ ആശയത്തെയാണ് വിവരിച്ചിരിക്കുന്നത്. ഭഗവാന്റെ പാതാരവിന്ദങ്ങളിൽ പൂർണ്ണമായി അഭയം പ്രാപിക്കുക, സമർപ്പിക്കുക ഉത്തമ മനുഷ്യന്റെ ഏകവൃത്തി അതാണ്. അപ്പൊ നമ്മളുടെ മനുഷ്യജന്മത്തിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് എന്തായിരിക്കണം? ഭഗവാന്റെ ആ പാതാരവിന്ദങ്ങളിൽ പൂർണ്ണമായിട്ട് അഭയം പ്രാപിക്കണം, പൂർണ്ണമായും ഭഗവാനിൽ സമർപ്പിച്ചുകൊണ്ട് എല്ലാ കാര്യങ്ങളും ചെയ്യണം എന്നുള്ളതാണ്. അപ്പൊ ഇത് ആരെ പഠിപ്പിക്കണം എന്ന് പറയുന്നത്? കലിയുഗത്തിൽ വരുന്ന ആൾക്കാരെ പഠിപ്പിക്കണം എന്നുള്ളതാണ് നാരദർ ആരോട് പറയുന്നത്? വ്യാസദേവരോട് പറയുന്നത്. ഹരേ കൃഷ്ണ. സമയത്രയായി? ഒരു ശ്ലോകം കൂടി നമുക്ക് നോക്കാം കേട്ടോ. മാതാജി ഞാൻ ഇറങ്ങിക്കോട്ടെ മറ്റേ ക്ലാസ്സിന്. ശരി മാതാജി, ഇറങ്ങിക്കോളൂ കേട്ടോ. ഹരേ കൃഷ്ണ. ശ്ലോകം 21 റിപ്പീറ്റ് ചെയ്തോളൂ കേട്ടോ. ത്വമാത്മനാത്മാനമവീക്യമോകദൃക് പരസ്യ പുംസാ പരമാത്മനഃ കലാം അജം പ്രജാതം ജഗദശിവായതൻ മഹാഭാവാഭ്യുദയോദ്ഗണ്യതാം ത്വം അങ്ങ് സ്വയം ആത്മന സ്വ ആത്മാവിനാൽ ആത്മാനം പരമാത്മാവ് അവേഹി അന്വേഷിച്ചു കണ്ടെത്തുക അമോഘദൃക് കുറ്റമറ്റ ദൃഷ്ടിയുള്ള ഒരുവൻ പരസ്യ അതീന്ദ്രിയതയുടെ പുംസഹ പരമദിവ്യോത്തമ പുരുഷന്റെ പരമാത്മനഃ പരമപുരുഷന്റെ കലാം പൂർണാംശമായ അജം ജന്മരഹിതൻ പ്രജാതം ജന്മമെടുത്തു ജഗതഃ ലോകത്തിന്റെ ശിവായ ക്ഷേമത്തിനായി തത് ആ മഹാ അനുഭാവ പരമദിവ്യോത്തമ പുരുഷനായ ശ്രീകൃഷ്ണ ഭഗവാന്റെ അഭ്യുദയ ലീലകൾ അധിഗണ്യതാം സുവ്യക്തമായി വിശദമാക്കുക. വിവർത്തനം. ശ്രീല പ്രഭുപാദിക്ക് ജയ്. അങ്ങയ്ക്ക് പരിപൂർണ ദൃഷ്ടിയാണുള്ളത്. ഭഗവാന്റെ പൂർണ്ണാംശമായി അവതരിക്കയാൽ അങ്ങയ്ക്ക് സ്വയം പരമദിവ്യോത്തമ പുരുഷനെ ഗ്രഹിക്കാൻ കഴിയുന്നു. അജനെങ്കിലും സർവ്വജനങ്ങളുടെയും ക്ഷേമത്തിനായി അങ്ങ് ഈ ഭൂമിയിൽ അവതരിച്ചിരിക്കുന്നു. ആകയാൽ പരമദിവ്യോത്തമ പുരുഷനായ ശ്രീകൃഷ്ണ ഭഗവാന്റെ അതീന്ദ്രിയ ലീലകൾ
ലീലകളെ മുൻപത്തേക്കാൾ വ്യക്തവും വിസ്തൃതവുമായി വർണ്ണിക്കുവാൻ ദയവുണ്ടായാലും. അപ്പൊ ഇനി നാരദർ പറയുകയാണ്, എന്താ പറയാ, ഒരു ബഹുമാനത്തോട് കൂടിയിട്ടാണ് കേട്ടോ പറയുന്നത് ഇവിടെ. അപ്പൊ നാരദർ എങ്ങനെ എന്താ പറയുന്നത്? അങ്ങേക്ക് പരിപൂർണ ദൃഷ്ടിയാണുള്ളത്. കാരണം നമ്മുടെ ദൃഷ്ടിയൊന്നും നമ്മളുടെ പൂർണ്ണമല്ല, നമ്മൾക്ക് പറഞ്ഞു കഴിഞ്ഞുള്ളൂ. എത്രയോ തവണ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. കാരണം കുറച്ച് ദൂരത്തുള്ള കാര്യങ്ങൾ പോലും നമ്മൾക്ക് അറിയില്ല. അതുപോലെ തന്നെ കുറച്ച് ഏജ് ആവുമ്പോൾ, നമ്മൾക്ക് വയസ്സാകും തോറും എന്താണ്, കണ്ണിന്റെ കാഴ്ചശക്തിയൊക്കെ കുറയും. അപ്പൊ മുമ്പിൽ നിൽക്കുന്ന ആൾക്കാരെ പോലും തിരിച്ചറിയാൻ നമുക്ക് ബുദ്ധിമുട്ടുള്ള ഒരു അവസ്ഥയിൽ നമ്മൾ എത്തും അല്ലെ. പക്ഷേ വ്യാസദേവൻ അങ്ങനെയല്ല. എന്താണ്, ഭഗവാന്റെ അതേ ദൃഷ്ടിയാണ് വ്യാസദേവർക്കുള്ളത്. എന്താ കാരണം? ഭഗവാന്റെ പൂർണ്ണാംശമായിട്ട് അവതരിച്ചിട്ടുള്ളതാണ്. ഭഗവാന്റെ ശക്തിയാവേശ അവതാരമാണ്. ശക്തിയാവേശ അവതാരം എന്ന് പറഞ്ഞാല് ഏതെങ്കിലും ഒരു കാര്യം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഭഗവാന്റെ ശക്തി ഒരാളിൽ കൊടുക്കുക. അതാണ് ശക്തിയാവേശ അവതാരം എന്ന് പറയുന്നത് കേട്ടോ. കപില മുനി, വ്യാസദേവനൊക്കെ, നാരദരും ശക്തിയാവേശ അവതാരമാണ് ഓ ഭഗവാന്റെ. അപ്പൊ അങ്ങനത്തെ ഒരു അവതാരമാണ് ആര്? വ്യാസദേവര്. അതുകൊണ്ട് തന്നെ ഭഗവാന്റെ പൂർണ്ണാംശമാണ്. അപ്പൊ അതുകൊണ്ട് പരമദിവ്യോത്തമ പുരുഷനെ പൂർണ്ണമായിട്ടും മനസ്സിലാക്കാനായിട്ട് ആർക്ക് കഴിയും? വ്യാസദേവന് കഴിയും. അജനാണ്. അജൻ എന്ന് പറഞ്ഞാൽ ജനിക്കാത്തവൻ. അതായത് ഭഗവാന്റെ അവതാരമായിട്ടല്ലേ വന്നിട്ടുള്ളത്. അജനാണ്. സർവ്വജനങ്ങളുടെയും ക്ഷേമത്തിനായി അങ്ങ് ഈ ഭൂമിയിൽ അവതരിച്ചിരിക്കുന്നു. അപ്പൊ ഭഗവാന്റെ അവതാരം തന്നെയാണ്, ശക്തിയാവേശ അവതാരമാണ് എന്ന് മാത്രമേ ഉള്ളൂ. ആകയാൽ പരമദിവ്യോത്തമ പുരുഷനായ ശ്രീകൃഷ്ണ ഭഗവാന്റെ അതീന്ദ്രിയ ലീലകളെ മുൻപത്തേക്കാൾ വ്യക്തവും വിസ്തൃതവുമായി വർണ്ണിക്കുവാൻ ദയവുണ്ടായാലും. അപ്പൊ പറയാണ്, അപ്പൊ അങ്ങേക്ക് എല്ലാം അറിയുന്നതാണ്, ഞാൻ പറയേണ്ട ആവശ്യമില്ല. എന്നാലും എന്ത് ചെയ്യണം? ഭഗവാന്റെ അതീന്ദ്രിയ ലീലകളെ വ്യക്തമായിട്ടും വിസ്തൃതമായിട്ട്, വളരെ വിസ്തരിച്ചിട്ട് തന്നെ ഇവർക്കൊക്കെ പറഞ്ഞു കൊടുക്കണം എന്നാണ് പറയുന്നത്. അതാണ് അങ്ങ് ചെയ്യേണ്ടത്. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ എന്തുണ്ടാവും? ഞാൻ എന്തോ ചെയ്യാൻ മറന്നു പോയിട്ടുണ്ട് എന്നുള്ള അങ്ങയുടെ ആ സങ്കടം തീരും എന്ന് പറയുകയാണ്. ഭാവാർത്ഥം. ശീലപ്രപാദിക്ക് ജയ്. ഒരു പാരഗ്രാഫ് എടുക്കാൻ സമയം ഉണ്ടാവോ? ഒരു പാരഗ്രാഫ് വായിച്ചിട്ട് നമ്മൾക്ക് നിർത്താം കേട്ടോ. പരമദിവ്യോത്തമ പുരുഷനായ ശ്രീകൃഷ്ണ ഭഗവാന്റെ സമഗ്ര ശക്തിയാവേശ അവതാരമാണ് ശ്രീലവ്യാസദേവൻ. ഭൗതിക ലോകത്തിലെ പതിതാത്മാക്കളെ ത്രാണനം ചെയ്യാനായി അഹൈതുകമായ കാരുണ്യത്താലാണ് അദ്ദേഹം ഭൂമിയിൽ അവതരിച്ചത്. വിസ്മൃതാവസ്ഥയിലായ അധപ്പതിച്ച ബദ്ധാത്മാക്കൾ ഭഗവാന്റെ അതീന്ദ്രിയ പ്രേമയുദ്ധ സേവനത്തിൽ നിന്നും അകൽച്ചയിലാണ്. എന്നാൽ ജീവാത്മാക്കളെല്ലാം ഭഗവാന്റെ അവിഭാജ്യ ഘടകങ്ങൾ ആണെന്ന് മാത്രമല്ല, അവർ ഭഗവാന്റെ ശാശ്വത സേവകരുമാണ്. ആകയാൽ പതിതാത്മാക്കളുടെ നന്മയ്ക്കായി സർവ്വവേദ സാഹിത്യങ്ങളും ക്രമാനുഗതമായി വിന്യസിച്ചിരിക്കുന്നു. അത്തരം സാഹിത്യങ്ങളുടെ ആനുകൂല്യത്തെ പരമാവധി പ്രയോജനപ്പെടുത്തി ഭൗതിക അസ്തിത്വ ബന്ധനങ്ങളിൽ നിന്ന് സ്വതന്ത്രമാകേണ്ടത് പതിതാത്മാക്കളുടെ കർത്തവ്യമാകുന്നു. ഔപചാരികമായി ശ്രീല വ്യാസദേവന്റെ ആത്മീയ ആചാര്യൻ ശ്രീ നാരദ ഋഷിയാണെന്ന് ഒരിക്കലും ശ്രീല വ്യാസദേവന് യഥാർത്ഥത്തിൽ ഒരു ആത്മീയ ഗുരുവിന്റെ ആവശ്യമില്ല. എന്തെന്നാൽ താത്വികമായി മറ്റേവരുടെയും ആത്മീയ ആചാര്യൻ വ്യാസനാകുന്നു. എന്നാൽ ഒരു ആചാര്യന്റെ കർമ്മം നിർവഹിക്കയാൽ അദ്ദേഹം സ്വയം ഭഗവാൻ ആയിരുന്നിട്ട് കൂടി ഒരുവന് നിശ്ചയമായും ആത്മീയ ആചാര്യൻ ഉണ്ടാകണമെന്ന് നമ്മെ സ്വന്തം ശിഷ്ടാചരണത്താൽ വ്യാസൻ അഭ്യസിപ്പിച്ചു. ഭഗവാൻ ശ്രീകൃഷ്ണൻ, ഭഗവാൻ ശ്രീരാമൻ, ഭഗവാൻ ശ്രീ ചൈതന്യ മഹാപ്രഭു തുടങ്ങി പരമദിവ്യോത്തമ പുരുഷന്റെ എല്ലാ അവതാരങ്ങളും അവരുടെ അതീന്ദ്രിയ സ്വഭാവത്താൽ ജ്ഞാനസമ്പൂർണരെങ്കിലും അനുഷ്ഠാനപരമായി ആത്മീയ ആചാര്യന്മാരെ സ്വീകരിച്ചു. ശ്രീകൃഷ്ണ ഭഗവാന്റെ പാതാരവിന്ദങ്ങളിൽ അഭയം പ്രാപിക്കുന്നതിലേക്ക് സാമാന്യ ജനങ്ങളെ ബോധവാന്മാരാക്കാനായി അവിടുന്ന് സ്വയം ശ്രീല വ്യാസദേവന്റെ രൂപത്തിൽ ഭഗവാന്റെ അതീന്ദ്രിയ ലീലകളെ ക്രമനിബദ്ധമായി വർണ്ണിച്ചിരിക്കുന്നു. ഹരേ കൃഷ്ണ. ഇതിന്റെ നമ്മൾക്ക് നാളെ എക്സ്പ്ലെയിൻ ചെയ്യാം കേട്ടോ ഈ ശ്ലോകത്തിന്റെ അർത്ഥം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ വൈഷ്ണവേഭ്യോ നമോ നമഃ. അനന്തകോടി വൈഷ്ണവന്റെ കി ജയ്, പ്രപാദ് കി ജയ്, ഗുരു മഹാരാജ് കി ജയ്, ഗൗരി പ്രേമാനന്ദേ ഹരി ഹരി ബോൽ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ. മുരളി പ്രഭു വന്നിട്ടില്ലേ? ജോയിൻ ചെയ്തിട്ടില്ലേ? ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി. താങ്ക് യു മാതാജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ. ഞാൻ കണ്ടു പ്രഭു. അത് കഴിഞ്ഞപ്പോഴേക്കും അത് പോയി. നോക്കട്ടെ ഒരു മിനിറ്റ്. കിട്ടി. ഹരേ കൃഷ്ണ. താങ്ക് യു മാതാജി. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ലേവിയാണ് കേട്ടോ. ഹരേ കൃഷ്ണ. ഹരേ എല്ലാവരും ഭാഗവത ക്ലാസ്സിൽ എല്ലാവരും ഇതായിക്കോളൂ. അടുത്ത ക്ലാസ് തുടങ്ങാൻ പോവാണ്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഭാഗവതം ക്ലാസ്സിലെ എല്ലാവരും
ഹരേഷ്ണ അരിവോൽ എല്ലാവർക്കും നണ്ടാക്കണം കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട് പ്രഭു. കേൾക്കുന്നുണ്ട് പ്രഭുജി. ഓക്കെ, താങ്ക് ഹരേ കൃഷ്ണ. യു. കൃഷ്ണ ഹരേ അരിവോൽ കൃഷ്ണ പ്രഭു പ്രണാമം. കൃഷ്ണ പ്രഭു പ്രണാമം. അരിവോൽ. ഓക്കെ, എല്ലാവരെയും ശ്രീ ശ്രീ രാധാ ഗോവിന്ദ ടെമ്പിളിന്റെ ബ്രിഡ്ജ് കോഴ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമുക്ക് സങ്കീർത്തനത്തിലൂടെ ആരംഭിക്കാം. എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു. സുഖാണോ? ഹരേ കൃഷ്ണ. സുഖാണ് പ്രഭു. അരിവോൽ. സുഖാണ് പ്രഭു. ഹരേ കൃഷ്ണ. ഹരീഷ്. ഓക്കെ, നമുക്ക് തുടങ്ങാം. ആർക്കെങ്കിലും ജയരാധമാധവ അറിയില്ല അല്ലേ? ഓക്കെ. ജയരാധമാധവ കുഞ്ച വിഹാരി, ജയരാധമാധവ കുഞ്ച വിഹാരി, ഗോപീ ജനവല്ലഭ ഗിരിവാരധാരി, ഗോപീ ജനവല്ലഭ ഗിരിവാരധാരി, യശോദനന്ദന വ്രജ ജനരഞ്ജന, യശോദനന്ദന വ്രജ ജനരഞ്ജന, യശോദനന്ദന വ്രജ ജനരഞ്ജന, യമുനതീരാ വനചാരി, യമുനതീരാ വനചാരി, ജയരാധമാധവ കുഞ്ച ബിഹാരി. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം അജ്ഞാനതിമിരാന്തസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരോന്മിലിതം മേന തസ്മൈ ശ്രീഗുരവേ നമഃ. നമോ വിഷ്ണുപാദായ കൃഷ്ണപൃഷ്ഠായ ഭൂതലേ ശ്രീമതേ ജയപതാകസ്വാമിനിധി നാമനെ നമാചാര്യപദായ നിതായ കൃപാപ്രദായിനെ ഗൗരകഥാനാമധേയ നഗരഗ്രാമധാരണേ. നമോ വിഷ്ണുപദായ കൃഷ്ണപൃഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമിനിധി നാമനെ നമസ്തേ സാരസ്വതേ ദേവി ഗൗരവാണി പ്രചാരിണേ നിർവിശേഷശൂന്യവാദി പാശ്ചാത്യദേശതാരിണേ. जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौर भक्तवृंद. हरे कृष्ण 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 हरे हरे, हरे राम 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 हरे हरे. वंशाकल्पतरुभ्यश्च कृपा सिन्धुभ्येव च पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमः. अनंत कोटि वैष्णव वृंद की जय. श्रील प्रभुपाद की जय. गुरु महाराज की जय. तैगौर प्रेमानंदे. हरि हरि बो. हरे कृष्ण हरि बोल. എല്ലാവർക്കും ഒരിക്കൽ കൂടി ദണ്ഡവത്പ്രണാം. എല്ലാവരും ഒരിക്കൽ കൂടി എല്ലാവരെയും കോസ്റ്റ് ആക്കണം. ഹരേ കൃഷ്ണ. കോസ്റ്റ് ആക്കണം പ്രഭുജി. ഇത് എനിക്കിവിടെ ഓപ്പൺ ചെയ്യാൻ പറ്റില്ല. അനിത്ര മാതാജി ഉണ്ടോ? ഞാനുണ്ട് പ്രഭു. പ്രഭുവാണ് ഹോസ്റ്റ്. പക്ഷെ എനിക്കിവിടെ ഓപ്പൺ ചെയ്യാൻ പറ്റണില്ല മാതാജി. ഞാന് പ്രഭു ആ അതെ, ഞാന് ഇവിടെ സ്റ്റക്ക്. ഞാൻ പോയാൽ പിന്നെ പ്രശ്നമാവില്ല മാതാജി. അയ്യോ, ഞാനിവിടെ ഇത് ഈ പാർട്ടിസിപ്പന്റ് ഓൺ ആക്കാൻ നോക്കിട്ട് ഓൺ ആവണില്ല. ഹരേ കൃഷ്ണ പ്രഭു. സോറി ടു ഡിസ്റ്റർബ്. ആക്ച്വലി ആ ലൈവ് ഒന്ന് ക്ലോസ് ചെയ്ത് കഴിഞ്ഞിട്ട് രണ്ടാമതൊന്ന് ലൈവ് ഇടോ പ്രഭു. ലൈവ് ക്ലോസ് ചെയ്യാം. ക്ലോസ് ചെയ്തിട്ട് അതാണ്. അപ്പൊ ഞാൻ ലൈവ് ക്ലോസ് ആയിട്ടില്ല. അപ്പൊ ലൈവ് ഒന്ന് ക്ലോസ് ചെയ്തിട്ട് രണ്ടാമത് ലൈവ് ഇട്ടോളൂ കേട്ടോ. ഹരേ കൃഷ്ണ. അല്ലെങ്കിൽ അത് കണ്ടിന്യൂസ് ആയിട്ടാണ് വരണത്.
ആ ഇത് എൻഡ് കൊടുത്തില്ലായിരുന്നു മാതാജി. എൻഡ് കൊടുക്കും മാതാജി, എൻഡ് കൊടുക്കുവോ? അപ്പോഴേ ആവുള്ളൂ. ഞാൻ പ്രഭുവിനെ ഞാൻ ഹോസ്റ്റ് ആക്കിയല്ലോ, അത് കാരണം കൊണ്ടാണ് പ്രഭുവിനെ ചെയ്യാൻ പറ്റുള്ളൂ. അയ്യോ, അത് കുടുങ്ങിപ്പോയല്ലോ. എനിക്കിത് ഇവിടെ ഓപ്പൺ ചെയ്യാൻ പറ്റില്ല മാതാജി. ഞാനിവിടെ പാർട്ടിസിപ്പന്റ് ഓൺ ആക്കുമ്പോ ലീവ്. ഹരേ കൃഷ്ണ, ഒരു മിനിറ്റ്. പ്രഭു ആണല്ലോ ഹോസ്റ്റ്. പ്രഭുവിനെ അത് ക്ലോസ് ചെയ്യാൻ പറ്റില്ല അല്ലേ? ഇല്ല, എനിക്ക് ക്ലോസ് ചെയ്യാൻ പ്രഭു പറ്റില്ല. എന്നെ ഒന്ന് ഹോസ്റ്റ് ആക്കൂ. ആ മാതാജി, സാധിക്കത്തില്ല മാതാജി ഹോസ്റ്റ് ആക്കാൻ. അങ്ങനെയാണെങ്കിൽ പ്രഭു ഒന്ന് ലീവ് ചെയ്യൂ, എന്നാ വേറെ ആരെങ്കിലും ഹോസ്റ്റ് ആവും. ഓക്കെ ഓക്കെ, ഞാൻ എന്താ അല്ല, ലീവ് ചെയ്തു. പ്രഭുവാണ് ഹോസ്റ്റ്, ഞാനല്ല മാതാജി. പ്രഭുവിനെ ആക്സസ് ചെയ്യാൻ പറ്റുന്നില്ല. ഓ അതെയോ? അപ്പൊ ഓപ്പൺ എന്താ ചെയ്യാൻ ചെയ്യണ്ടേ? പ്രഭു ഒന്ന് ലീവ് ചെയ്യൂ. ഓക്കെ, ഇത് ലീവ് ആവണില്ലല്ലോ. ആ ഓക്കെ, ഞാൻ കട്ടാക്കിട്ട് തരാം. ഹരേ കൃഷ്ണ പ്രഭുജി. പ്രഭു ഉണ്ടല്ലോ, പ്രഭു ലീവ് ചെയ്തിട്ടില്ലല്ലോ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭുജി. ഇപ്പൊ ലീവായി മാതാജി. അപ്പൊ ഇപ്പൊ ഷംന മാതാജി, ഹോസ്റ്റ് ആയിട്ടുള്ളത്. ഷംന മാതാജി ഒരു കാര്യം ചെയ്യൂ. അനുത്തര മാതാജി ആക്കി കഴിഞ്ഞാൽ ശരിയാവും, അല്ലെങ്കിൽ എന്നെ ആക്കാൻ പറയാം അല്ലേ ഹോസ്റ്റ്? ആരെങ്കിലും ഒരാളെ ആക്കിക്കോളൂ, എന്നെ ആക്കിക്കോളൂ, കുഴപ്പമില്ല മാതാജി. അനുമാതാജി ആക്കിക്കോളൂ, എന്നിട്ട് ലൈവ് കട്ട് ചെയ്തോളൂ കേട്ടോ മാതാജി. ശരി ശരി. ഓക്കെ മാതാജി. ഷംന മാതാജി, അനുത്തര മാതാജി ഹോസ്റ്റ് ആവുന്നാക്കൂ. പാർട്ടിസിപ്പൻസിൽ പോയിട്ട് പാർട്ടിസിപ്പൻസിലേക്ക് പോകും മാതാജി. ഓക്കെ. എന്നിട്ട് അനുത്തര മാതാജിയുടെ പേരിൽ ക്ലിക്ക് ചെയ്യൂ. അപ്പൊ അതിന് ഹോസ്റ്റ് എന്നുള്ള ഒരു ഓപ്ഷൻ വരും, ആ ഹോസ്റ്റ് എന്നിട്ട് ക്ലിക്ക് ചെയ്യൂ. മേക്ക് ഹോസ്റ്റ്. ഓക്കെ. മേക്ക് ഹോസ്റ്റ്, അതന്നെ മാതാജി. അപ്പൊ അനുത്തര മാതാജി. ഓക്കെ മാതാജി, ഞാൻ ലീവ് ചെയ്തോട്ടെ? മാതാജി ലൈവ് കട്ട് ചെയ്യുന്നത് ഞാൻ ലീവ് ചെയ്യാം. നോക്കി നോക്കൂ എന്തെങ്കിലും പ്രോബ്ലം വരുന്നുണ്ടോന്ന്.